ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ഇലയും പേപ്പറും വെച്ച് നല്ലൊരു പ്ലാന്റ് ഉണ്ടാക്കാം. ഇതുപോലെ ഒരു ഇല എടുത്തതിന് ശേഷം ഗ്രീൻ കളർ പെയിൻറ് അടിച്ചു കൊടുക്കാം. ഇതുപോലെ മൊത്തം പെയിൻറ് അടിച്ചതിന് ശേഷം നമുക്കത് ഒട്ടിക്കാം. യെല്ലോ കളർ പേപ്പറിലാണ് ഒട്ടിക്കുന്നത്. അത് നന്നായി ഒന്ന് ഞെക്കി അതിൻ്റെ മണ്ടയ്ക്കോട്ട് നമ്മൾ പത്ര പേപ്പർ വെച്ചിട്ട് ഒന്ന് അമുക്കി കൊടുക്കണം. അപ്പോൾ നമുക്കത് പെയിൻറ് പതിഞ്ഞ് കിട്ടും. എന്നാൽ ഞാൻ അതെടുത്തപ്പോൾ അത്ര കളർ വന്നില്ല. രണ്ടാമത് ഞാൻ നല്ല രീതിയിൽ കളർ വെട്ടി ഇതുപോലെ കുറച്ച് ഇലകൾ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അത് ഇതുപോലെ തന്നെ കട്ട് ചെയ്ത് എടുക്കുക. അതിനുശേഷം നമുക്ക് ഇതുപോലെ പത്രപേപ്പർ കൊണ്ട് നമുക്ക് തണ്ട് ഇതുപോലെ ഉണ്ടാക്കാം. ഒരു തണ്ട് മാത്രം വലുതായിരിക്കണം. അവിടുത്തെ നമ്മൾ ഈർക്കിലിയാണ് കയറ്റി വെക്കുന്നത്. അത് കട്ടിക്കാണ്. ബാക്കിയുള്ളതൊക്കെ ചെറുതായിരിക്കണം. അതിൽ ഈർക്കിലി വേണ്ട. ഒരു ലീഫ് ഇതുപോലെ തന്നെ ഒട്ടിച്ചു കൊടുക്കുക. ഈ ഇലയ്ക്ക് കട്ടിക്ക് വേണ്ടി പഴയ കലണ്ടർ ഇതുപോലെ തന്നെ വെട്ടിയെടുക്കുക. അതിനുശേഷം അതിൻ്റെ നടുക്കായി ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുക. ഇപ്പം നല്ല കട്ടിയിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ സൈഡ് ഭാഗം നമുക്ക് ഉള്ള പേപ്പറെല്ലാം ഇങ്ങനെ കട്ട് ചെയ്ത് കളയുകയും ചെയ്യാവുന്നതാണ്. തണ്ട് നമുക്ക് ശകലം മാത്രം പെയിന്റ് ചെയ്ത് കൊടുക്കാം. മൊത്തം കൊടുക്കേണ്ട ആവശ്യമില്ല. ഇതുപോലെ തന്നെ 2 ഇലകൾ ഒന്നിച്ച് വെച്ചതിന് ശേഷം ടേപ്പ് ഉപയോഗിച്ച് ചുറ്റി കൊടുക്കാവുന്നതാണ്. രണ്ടാമത് നമ്മൾ അടുത്ത ഇല വെക്കുമ്പോൾ ഇപ്പറയും സൈഡിൽ തന്നെ വെക്കുവാനായി ശ്രദ്ധിക്കണം. അപ്പറയും ഇപ്പറയും സൈഡിലായിട്ട് ഇതുപോലെ തന്നെ നമുക്ക് ഒട്ടിച്ച് ടേപ്പ് ഒട്ടിച്ച് കൊടുക്കാം. ഇതുപോലെ എല്ലാ ലീഫുകളും ചേർത്ത് ഒട്ടിച്ചു കൊടുക്കുക. അതിനുശേഷം എല്ലാം നമുക്ക് നിവർത്തിയെടുക്കാവുന്നതാണ്. ഇതുപോലത്തെ ഐഡിയകൾ ഇഷ്ടമാണെങ്കിൽ എൻ്റെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കേണ്ട. അതുപോലെ തന്നെ ഒരുപാട് നല്ല ക്രാഫ്റ്റ് ഐഡിയകൾ എൻ്റെ ചാനലിലുണ്ട്. ഇതാണ് ഫൈനൽ ലുക്ക്. ഇത് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കേണ്ട. അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാർക്കും ഷെയർ ചെയ്യാനും മറക്കേണ്ട. ഇതുപോലെ പുതിയ പുതിയ ക്രാഫ്റ്റുകളും പെയിൻറ്റുകളും ആർട്ട് വർക്കുകളും എൻ്റെ ചാനലുണ്ട്. എല്ലാവരും ചാനലിന് സപ്പോർട്ട് ചെയ്യൂ. ഇതിനു മുമ്പ് ചെയ്ത വൈറ്റ് കളർ പേപ്പറിലാണ് ഇതുപോലെ ഇലകൾ ഉണ്ടാക്കിയത്.